ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇപ്പം വിസ പ്രൊസീജിയേഴ്സ് ഒക്കെ അറിയണം, അല്ലെങ്കിൽ അതിൻ്റെ റിക്വയർമെൻറ്റ്സ് അറിയണം. ചിലപ്പോൾ ഒരാൾ തന്നെ എപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പം ഇത് എങ്ങനെ അപ്രോച്ച് ചെയ്യണം, അല്ലെങ്കിൽ ആര് അപ്രോച്ച് ചെയ്യണം? ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് എങ്ങനെയാണത് കിട്ടുക? വിദേശ MBBS പഠനത്തിന് ഏറ്റവും നല്ലത് റെക്കഗ്നൈസ് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള, ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള, അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഓതറൈസ്ഡ് ഏജൻസിയെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് കോൺടാക്റ്റിൻ്റെ പരിമിതികളുണ്ടാവും, എന്നീ ഇൻഫോർമേഷൻ കിട്ടാനുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ ഹസിൽ ഫ്രീ ആയിട്ട് പ്രോസസ്സ് നടക്കണമെങ്കിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരു ഏജൻസിയെ തന്നെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തത് ഒരുപാട് കാണുന്ന പരസ്യങ്ങളിലും അതേപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള വ്ളോഗേഴ്സിൻ്റെയൊക്കെ വീഡിയോകളിൽ നിന്ന് മറ്റു പല ഫാക്ടറിൻ്റെ പേരിലും വീഴാതിരിക്കുക എന്നുള്ളതാണ്. ഫുഡ് അല്ലെങ്കിൽ അവിടുത്തെ കോസ്റ്റ്, ലിവിങ് കോസ്റ്റ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഒക്കെ മാറ്റേഴ്സ് ആയിരിക്കും, പക്ഷേ അതിനേക്കാളും വലിയ മാറ്റേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ലീഗൽ റെഗുലേഷൻസ്, അക്രഡിറ്റേഷൻ, റെക്കഗ്നേഷൻ, ഇന്ത്യയിൽ തിരിച്ചു വന്ന ഡെസ്റ്റിനേഷൻ കൺട്രിയുള്ള നിയമങ്ങൾ, അവരുടെ അംഗീകാരം ഉണ്ടാവുമോ ഇല്ലാതിരിക്കുമോ, ഇനി മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ്റെ വിഷയം, ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ വിഷയങ്ങളൊക്കെ പരിഗണിച്ചിട്ട് പിന്നീട് പരിഗണിക്കാവുന്നതാണ് ഫുഡും അല്ലെങ്കിൽ അവിടുത്തെ ലൈഫ് സ്റ്റൈലും അല്ലെങ്കിൽ അവിടുത്തെ അറ്റ്മോസ്ഫിയറും ക്ലൈമറ്റും കൾച്ചറൊക്കെ. ഇങ്ങനെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഏജൻസിയെ ത്രൂ പോവുകയാണെങ്കിൽ ഇത്തരം വിഷയങ്ങളൊക്കെ കൃത്യമായിട്ടുള്ള ക്ലാരിറ്റിയുള്ള വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് തന്നെ പ്രോസസ്സ് നൽകുകയും നല്ല ഇൻഫോർമേഷൻ കൃത്യസമയത്ത് തന്നെ തന്ന് ഗൈഡൻസ് തന്ന് ഈസി പ്രോസസ്സിങ്ങിലൂടെ നമുക്ക് അഡ്മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. യൂണിവേഴ്സിറ്റി വെരിഫൈ ചെയ്യുന്നിടത്തും കൺഫ്യൂഷൻസ് പാരൻസിനുണ്ടാവും. അത് NMC റെക്കഗ്നൈസ്ഡ് ആണോ, അതല്ല അവരുടെ ലൈസൻസിങ് പ്രാക്ടീസിങ് ലൈസൻസ് നൽകുന്നുണ്ടോ ഇല്ലയോ, ആ യൂണിവേഴ്സിറ്റിയുടെ ക്ലിനിക്കൽ റൊട്ടേഷൻ എങ്ങനെയാണെന്നുള്ളത്, ഇതിനും നമുക്ക് തീർച്ചയായിട്ടും ഒരു ഏജൻസിയെ ബന്ധപ്പെട്ടാലാണ് പറയാം നമുക്ക് കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻ കിട്ടുക. ഒന്ന്, യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള കിട്ടുന്ന ഇൻഫോർമേഷൻ. രണ്ട്, അവിടെ പഠിച്ച സ്റ്റുഡൻസിൻ്റെ റിവ്യൂസ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഇൻഫോർമേഷൻ. ഇതുപോലെ ആയിട്ടുള്ള ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഡീറ്റെയിൽ ഗൈഡൻസ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ലേൺ ഗൈഡിനെ കോൺടാക്ട് ചെയ്യാം.